ഈ സ്വഭാവമാണ് വിശ്വാസികൾക്ക് വേണ്ടത്. ഖാലൂ ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു മുഖർരിനിൽ മുസനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വെച്ച് സബ്ബ റജുലുൻ റജുലൻ ഇൻദഹു, നബി തങ്ങളുടെ അടുത്ത് വെച്ച് ഒരാൾ മറ്റൊരാളെ തെറി അഭിഷേകം ചെയ്തു, മറ്റൊരാൾക്കെതിരെ തെറി വിളിച്ചു, അയാളെ വളരെ മോശപ്പെട്ട രൂപത്തിൽ അയാളെ പറ്റി സംസാരിച്ചു. അസഭ്യം പുലമ്പിയപ്പോൾ ഫജഅല റജുലുൽ മസ്ബൂബ്, തെറി വിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വിളിക്കുന്നയാളല്ല, തെറി വിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പാവം, മറ്റേയാൾ എന്ത് തോന്നിയാസം പറഞ്ഞാലും ഖാല, ഈ മനുഷ്യൻ യഖൂലു, ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, അലൈക്കസ്സലാം അലൈക്കസ്സലാം അലൈക്കസ്സലാം, നിനക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ മോനെ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട നുഅ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഈ രംഗം കാണുകയാണല്ലോ, രണ്ടാൾ തമ്മിൽ വാക്കേറ്റമാണ്. ഒരാളെ മോശപ്പെട്ട രൂപത്തിൽ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, തെറി വിളിക്കുമ്പോൾ അയാള് അല്ല നിനക്ക് പുറത്തു തരട്ടെ, അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി ഇടപെടുന്നു. റസൂലുള്ള പറഞ്ഞു, അമാ ഇന്ന മലക്കം ബൈനകുമാ യദിബ്ബു അൻക, മോനെ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയിൽ മൂന്നാമനായി ഒരു മലക്കിറങ്ങിയിട്ടുണ്ട്, നിങ്ങളത് കണ്ടോ? ആ മലക്ക് നിന്നെ തൊട്ട് പ്രതിരോധിക്കുകയാണ്. യദിബ്ബു അൻക കുല്ലമാ ശതമക ഹാദാ, ആരോട്? ഈ അലൈക്കസ്സലാം അലൈക്കസ്സലാം എന്ന് പറയുന്ന മനുഷ്യനോട് പറയാൻ, ഇവൻ നിന്നെ ചീത്ത വിളിക്കുമ്പോഴൊക്കെ ആ മൂന്നാമനായി വന്ന മലക്കില്ലേ, ഖാലലഹു, ഇവനോട് പറയാൻ, എന്താ വിളിക്കുന്നത്? എടാ ഹംകേ എന്ന് വിളിക്കുമ്പോ, കുതിരയെന്ന് വിളിക്കുമ്പോ, പോത്തേന്ന് വിളിക്കുമ്പോ ഉടനെ തന്നെ പറയുകയാണ്, ബൽ അന്ത വ അന്ത ഹഖ്ഖു ബിഹി, അല്ല അല്ല, എന്റെ ഈ കൂട്ടുകാരൻ ഹംകല്ല, ഇവൻ കുതിരയല്ല, വ അന്ത ഹഖ്ഖു ബിഹി, ആ തെറിവിളിക്ക് ബന്ധപ്പെട്ടത് നീയാണെന്ന് മൂന്നാമനായി അതിലിടപെട്ട മലക്ക് അവിടെ വന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങളതറിഞ്ഞോ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, കഴിഞ്ഞില്ല, വഇദാ ഖാല ലഹു അലൈക്കസ്സലാം, ഈ നല്ല മനുഷ്യൻ ഇയാളോട് അലൈക്കസ്സലാം അലൈക്കസ്സലാം എന്നാണല്ലോ എല്ലാത്തിനും ഉത്തരം പറഞ്ഞത്. അയാൾ അലൈക്കസ്സലാം എന്ന് പറയുമ്പോൾ മലക്ക് പറയുന്നു, ലാ ബൽ അലൈക്, അലൈക്കസ്സലാം, നിന്റെ മേൽ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ മലക്ക് പറയാണില്ല, വേണ്ട, അവൻ അള്ളാഹുവിന്റെ രക്ഷ വേണ്ട, ബൽ അലൈക്, പക്ഷേ അത് നിന്റെ മേൽ വരട്ടെ, ആ രക്ഷ നിനക്ക് വരട്ടെ. അപ്പൊ രണ്ടാളും പറയുന്നതിനെ രണ്ടാളിലേക്ക് ഇങ്ങനെ തട്ടിയിട്ടുകൊണ്ടൊരു മലക്കിനെ മൂന്നാമനെ ഞാനിവിടെ കാണുന്നു. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതാണ് ഒരേ നാണയത്തിൽ തിരിച്ചടിച്ചാൽ കിട്ടാൻ പോകുന്ന കോട്ടം. അതേസമയം തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടമാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത്.